പിറ്റേന്ന് സ്കൂളിൽ നിന്ന് സസ്പെൻഡായ വില്യം സ്കൂളിലേക്ക് തിരിച്ചു പോകുന്നു. പ്രിൻസിപ്പലിന്റെ കണ്ണിൽ പെടാതെ വില്യം മൈക്കിന്റെ സയൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞതും വില്യം മൈക്കിനോട് ആ കാര്യം ചോദിക്കുന്നു. എങ്ങനെയാണ് പെഡൽ ചവിട്ടുമ്പോൾ സൈക്കിളിൽ ലൈറ്റ് പ്രകാശിക്കുന്നതെന്നായിരുന്നു വില്യത്തിന്റെ ചോദ്യം. മൈക്ക് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വില്യത്തിന് പറഞ്ഞു കൊടുക്കുന്നു. കൈനറ്റിക് എനർജിയെ അതിലുള്ള ഡൈനാമോ ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുകയാണ്, അങ്ങനെയാണ് ലൈറ്റ് പ്രകാശിക്കുന്നതെന്ന് മൈക്ക് പറയുന്നു. തനിക്ക് എങ്ങനെയാണ് ഒരു ഡൈനാമോ ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്നായിരുന്നു വില്യത്തിന്റെ അടുത്ത ചോദ്യം. എന്നാൽ അതിനെപ്പറ്റി പറയാനുള്ള അറിവ് മൈക്കിനില്ല. വില്യത്തിനോട് ലൈബ്രറിയിൽ പോയി കൂടുതൽ പുസ്തകം പരിശോധിച്ച് അത് കണ്ടെത്താൻ മൈക്ക് പറയുന്നു. എന്നാൽ തനിക്ക് ലൈബ്രറിയിൽ കയറാൻ സാധിക്കുകയില്ലെന്നും താൻ ഇതുവരെ ഫീസ് അടച്ചിട്ടില്ലെന്നും വില്യം വ്യക്തമാക്കി. തന്നെ ലൈബ്രറിയിൽ കയറാൻ സഹായിക്കണമെന്നും അതിനുവേണ്ടി വില്യം ആനിന്റെയും മൈക്കിന്റെയും ബന്ധം ഒരു ബ്ലാക്ക്മെയിൽ പോലെ ഇവിടെ ഉപയോഗിക്കുന്നുമുണ്ട്. മനസ്സില്ലാ മനസ്സോടെ മൈക്കിന് വില്യത്തെ സഹായിക്കേണ്ടി വരുന്നു. ലൈബ്രറിയിലെത്തി താനും വില്യവും ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്നും അതിനാൽ തന്നെ ലൈബ്രറിയിൽ കാർഡില്ലാതെ വില്യത്തെ പ്രവേശിപ്പിക്കണമെന്നും മൈക്ക് ലൈബ്രറിയനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ വില്യത്തിന് ലൈബ്രറിയിൽ പ്രവേശനം ലഭിക്കുന്നു. ലൈബ്രറിയനോട് ഡൈനാമോയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പുസ്തകമുണ്ടോ എന്ന് വില്യം ചോദിക്കുന്നു. എന്നാൽ അത് വില്യത്തിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗമാണോ എന്ന് ലൈബ്രറിയൻ തിരിച്ചു ചോദിക്കുന്നു. എന്നാൽ തനിക്ക് അതിനെപ്പറ്റി അറിയാൻ നല്ല താല്പര്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ സഹായിക്കണമെന്നും വില്യം ലൈബ്രറിയനോട് പറയുന്നു. ലൈബ്രറിയൻ വില്യം ആവശ്യപ്പെട്ട പുസ്തകങ്ങൾ നൽകുന്നു. പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് യൂസിങ് എനർജി എന്നൊരു പുസ്തകം വില്യം പഠിക്കാനായി എടുക്കുന്നു. പിറ്റേന്ന് പ്രസിഡന്റും മറ്റ് അധികാരികളും പങ്കെടുക്കുന്ന ഒരു പരിപാടി ഗ്രാമത്തിൽ നടക്കുന്നു. ഗ്രാമവാസികൾ പ്രസിഡന്റിനെ വലിയ രീതിയിൽ വരവേൽക്കുന്നു. പ്രോഗ്രാമിൽ ഗ്രാമത്തലവൻ വെമ്പെ ഗ്രാമത്തിലെ ദാരിദ്ര്യത്തെ പറ്റിയും ഗവൺമെന്റിന്റെ സഹായമില്ലാത്തതിനെ പറ്റിയുമൊക്കെ പറയാൻ തുടങ്ങി. എന്നാൽ പ്രസിഡന്റിന് അതിഷ്ടമാകുന്നില്ല. തന്റെ ഗാർഡുകളെ വിട്ട് പ്രസിഡന്റ് വെമ്പയെ പിടിച്ചുമാറ്റി തന്റെ ഗാർഡുകളെ കൊണ്ട് തന്നെ പ്രസിഡന്റിനെതിരെ സംസാരിച്ച വെമ്പയെ മർദ്ദിക്കുന്നു. കാര്യങ്ങൾ കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു. ഗ്രാമത്തിൽ വലിയ തോതിൽ വരൾച്ച ബാധിക്കുന്നു. കൃഷിയൊക്കെ മോശമായി തുടങ്ങി. വിളവെടുപ്പിന്റെ സമയത്തും വളരെ കുറഞ്ഞ വിളവാണ് അവർക്ക് ലഭിച്ചത്. കുടുംബത്തിന്റെ ഭക്ഷണത്തിന് പോലും വേണ്ടത്ര വിളവ് അവർക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ വിളവ് കുറഞ്ഞതുകൊണ്ട് തന്നെ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കുന്നു. കൂടാതെ ഗവൺമെന്റ് റേഷനായി ലഭിക്കുന്ന സാധനങ്ങളുടെ വിലയും അവർ വർദ്ധിപ്പിക്കുന്നു. അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. ഗവൺമെന്റിനെതിരെ ഗ്രാമവാസികൾ സമരം ചെയ്യാനായി ഒരുങ്ങുന്നു. ട്രൈവലും അതിന്റെ ഭാഗമായി സമരം ചെയ്യാനായി പോകുന്നു. മറുവശത്ത് വില്യം സ്കൂളിലേക്ക് ഒളിഞ്ഞു കയറി വായിക്കലും പഠിത്തവുമൊക്കെയായി പോകുന്നു. കാറ്റിനെയും ഇലക്ട്രിസിറ്റിയും എല്ലാം പറ്റി അവൻ വ്യത്യസ്ത പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം പ്രിൻസിപ്പൽ യാദൃശികമായി ക്ലാസ്സിലേക്ക് കയറി വന്ന് വില്യത്തെ പിടികൂടുകയും സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. വളരെ വിഷമത്തോടെ വില്യം ആഗ്നസിനോട് തന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ കാര്യം പറയുന്നു. എന്നാൽ ഉടൻ തന്നെ ആളുകൾ ബഹളം വെക്കുന്നത് ഇരുവരും കേൾക്കുന്നു. സമരമുണ്ടായതിനെ തുടർന്ന് ഗവൺമെന്റ് 2 ഫുഡ് ട്രക്കുകൾ ഗ്രാമത്തിലേക്ക് അയച്ചു. അതിനാലാണ് എല്ലാവരും ശബ്ദമുണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ ആഗ്നസ് വീടിനുള്ളിലേക്ക് ഓടിക്കയറി അവരുടെ സേവിങ്സിൽ വെച്ചിരിക്കുന്ന പണമെടുത്ത് വില്യത്തിന് നൽകുന്നു. ഉടൻ തന്നെ ട്രൈവലിന്റെ സൈക്കിളുമായി പോയി പറ്റാവുന്നത്രയും ഭക്ഷണം വാങ്ങാൻ ആഗ്നസ് പറയുന്നു. പെട്ടെന്ന് തന്നെ വില്യം സാധനങ്ങൾ വിൽക്കുന്ന ഗോഡൌണിലേക്ക് എത്തുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് വില്യം ഗോഡൌണിനുള്ളിലേക്ക് കയറി സാധനങ്ങൾ വാങ്ങുന്നു.